എല്ലാ കണ്ണുകളും ദാഹത്തോടെ ഈശോയ്ക്ക് വേണ്ടി കാത്തിരിക്കട്ടെ. എല്ലാ ഹൃദയങ്ങളും ഈശോയ്ക്ക് വേണ്ടി തുറക്കട്ടെ. എന്നിൽ നിറയണമേ, നാഥാവരേണമേ, എന്നിൽ നിറയണമേ. എല്ലാവരും ചേർന്ന് പാടാം. നാഥാവരേണമേ, എന്നിൽ നിറയണമേ, നാഥാവരേണമേ, എന്നിൽ നിറയണമേ. ഓ ദിവ്യമാ സ്നേഹമേ, സ്നേഹത്തെ തിരിച്ചറിഞ്ഞു പാടാം. ഓ ദിവ്യകാരുണ്യമേ, ഓ ദിവ്യകാരുണ്യമേ, ഓ ദിവ്യമാ സ്നേഹമേ. സ്നേഹത്തിന്റെ മുൻപില്, കാരുണ്യത്തിന്റെ മുൻപില് നമ്മെ തന്നെ സമ്പൂർണമായി സമർപ്പിക്കാം. തിരുവത്താഴമേശയിലെ സമ്മാനമേ, തിരുവത്താഴമേശയിലെ ഈശോയുടെ സ്നേഹത്തിന്റെ ഏറ്റവും വലിയ സമ്മാനം കുമ്പിട്ട് ആരാധിക്കാം. എല്ലാ ശിരസ്സുകളും കുമ്പിടട്ടെ, എല്ലാ ജീവിതങ്ങളും സമർപ്പിക്കപ്പെടട്ടെ. ആരാധന പാടാം ആരാധമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് ആരാധിക്കാം. ആരാധന പാടാം ആരാധമാരൊപ്പം ജീവൻ എല്ലാ മാലാഖമാരോടൊത്ത് ഭോജ്യമേ. ദിവികാരുണ്യനാഥൻ ഈ അൾത്താരയിലേക്ക് കടന്നു വന്നിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളിലേക്കും നമ്മുടെ ജീവിതങ്ങളിലേക്കും നമ്മുടെ എല്ലാ ജീവിത അനുഭവങ്ങളിലേക്കും കടന്നു വരട്ടെ. ദാഹത്തോടെ വീണ്ടും പാടി പ്രാർത്ഥിക്കാം. നമുക്ക് കണ്ണുകൾ ഈശോയുടെ നേരെ തിരിഞ്ഞ് എന്നും കൂടെയിരിപ്പാൻ അർത്ഥമായി തീർന്നവരേ. സ്നേഹത്തോടെ ഈശോ നോക്കി പാടാം ഒരുമിച്ച്. എന്നും കൂടെയിരിപ്പാൻ ഹൃദയം നിറഞ്ഞ നന്ദിയോടെ പാടാം. അർത്ഥമായി തീർന്നവരേ. എന്റെ സ്നേഹിതനാകുന്ന സ്നേഹമേ, ഓ എന്റെ ഈശോയെ, സ്നേഹിതനായ ഈശോയെ, ആരാധന നിനക്കാരാധന. എല്ലാ അധരങ്ങളും തുറക്കട്ടെ. സ്നേഹിതനാകുന്ന സ്നേഹത്താൽ നിറഞ്ഞ് പാടാം. സ്നേഹമേ, ഈശോയുടെ സ്നേഹത്തിൽ നിറഞ്ഞ് ആരാധന നിനക്കാരാധന. ഓ ദിവ്യമാ സ്നേഹമേ, എല്ലാവരും ചേർന്ന് വിളിച്ച് ഓ ദിവ്യമാം കാരുണ്യമേ, ഓ ദിവ്യകാരുണ്യമേ, ഓ ദിവ്യമാം സ്നേഹമേ. ഓ ദിവ്യമാ ആ സ്നേഹം അനുഭവിച്ച് ആ കാരുണ്യം ഏറ്റുവാങ്ങിക്കൊണ്ട് ദിവ്യകാരുണ്യമേ. തിരുവത്താഴമേശയിലെ സമ്മാനമേ, നമ്മുടെ ശരീര രക്തങ്ങൾ ഭക്ഷണപാനീയങ്ങളായി തന്ന് എന്നെ സ്നേഹിച്ച എന്റെ ഈശോയെ, ഓ സ്നേഹമേ, ഓ ദിവ്യമാം സ്നേഹമേ, ഓ ദിവ്യ കാരുണ്യമേ. ആ സ്നേഹം ഏറ്റുപാട് ചേർന്ന് പാടാം. ഓ ദിവ്യമാം സ്നേഹമേ, ഓ ദിവ്യ കാരുണ്യമേ, ഓ ദിവ്യ കാരുണ്യമേ. എല്ലാ ജീവിതങ്ങളും സമർപ്പിക്കപ്പെടട്ടെ.
കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മുടെ ജീവിതങ്ങൾ ഉയർത്തി, കരങ്ങൾ ഉയർത്തിക്കൊണ്ട് എല്ലാ മക്കളും ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. കണ്ണുകൾ ഉയർത്തി ഈശോയെ തന്നെ നോക്കിക്കൊണ്ട് എല്ലാ അധരങ്ങളും തുറന്ന്, എല്ലാ ഹൃദയങ്ങളെയും തുറന്ന്, എല്ലാ ജീവിത അനുഭവങ്ങളെയും വിട്ടുകൊടുത്ത്, ജീവിതങ്ങളെ മുഴുവനായി സമർപ്പിച്ച് മാലാഖമാരൊത്ത് ചേർന്ന് പാടി ആരാധിക്കാം. സ്വർഗീയ ഗണങ്ങളോട് ചേർന്ന്, സ്വർഗീയ ബന്ധങ്ങളോട് ചേർന്ന് വലിയ സന്തോഷത്തോടെ, വലിയ ദാഹത്തോടെ, വിശ്വാസത്തോടെ വീണ്ടും ഈശോയുടെ സ്നേഹം സ്വന്തമാക്കി അനുഭവിച്ചുകൊണ്ട് പാടാം. ഈശോയുടെ സ്നേഹം അവകാശപ്പെട്ടുകൊണ്ട്, അവിടുത്തെ കാരുണ്യം സ്വീകരിച്ചുകൊണ്ട് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ കരങ്ങളും ഉയരട്ടെ, എല്ലാ കരങ്ങളും ഉയരട്ടെ, എല്ലാ സ്വരങ്ങളും ഉയരട്ടെ, എല്ലാ ഹൃദയങ്ങളും തുറന്ന് വലിയ നന്ദിയോടെ, വലിയ സന്തോഷത്തോടെ ആരാധിക്കാം, സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദിവ്യ സ്നേഹമായ ഈശോയേ മഹത്വം. ഓ ദിവ്യ കാരുണ്യനാഥനായ ഈശോയേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയുടെ സ്നേഹത്തിന്റെ എല്ലാ ഇടപെടലുകളെയും അനുസ്മരിച്ചുകൊണ്ട് വലിയ നന്ദിയോടെ എല്ലാ ഹൃദയങ്ങളും സ്തുതികൾ നിറഞ്ഞ് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് വേണ്ടി പദ്ധതികൾ ഒരുക്കുന്ന പൊന്നുതമ്പുരാന്റെ വലിയ സ്നേഹത്തിന്റെ മുമ്പിൽ വിട്ടുകൊടുത്തുകൊണ്ട് വലിയ നന്ദിയോടെ ജീവിതാനുഭവങ്ങളെല്ലാം സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും നന്ദിയോടെ ഓർത്തുകൊണ്ട് ഈ ആരാധനയിലൂടെ, ഈ ശുശ്രൂഷകളിലൂടെ ലഭിച്ചിട്ടുള്ള എല്ലാ നന്മകളെയും ഓർത്തുകൊണ്ട്, എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്തുകൊണ്ട്, ഓരോ കുടുംബങ്ങളിൽ ലഭിച്ച, ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്തുകൊണ്ട് നന്ദിയോടെ സ്തുതിക്കട്ടെ. എല്ലാ അധരങ്ങളും വലിയ സന്തോഷത്തോടെ കണ്ണുകൾ ഈശോയുടെ നേരെ ഉയർത്തിക്കൊണ്ട് വലിയ സന്തോഷത്തോടെ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവിന്റെ തിരുനാമം വിളിച്ചപേക്ഷിക്കട്ടെ. യേശുവേ, യേശുവേ, യേശുവിന്റെ ശക്തമേറിയ തിരുനാമം വിളിച്ചപേക്ഷിക്കട്ടെ. യേശുവിന്റെ രക്ഷാദായകമായ തിരുനാമം വിളിച്ചപേക്ഷിക്കട്ടെ. യേശുവേ, യേശുവേ, യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യ കാരുണ്യ ഈശോയ്ക്ക് ശാന്തമായിട്ടിരിക്കാം. നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വരുമെന്ന ഈശോയുടെ വാഗ്ദാനം ഇതൊരിക്കൽ കൂടി നിറവേറപ്പെട്ടിരിക്കുക. പ്രിയമുള്ളവരെ, എമ്മാവോസിലേക്ക് പോയ ശിഷ്യന്മാര് ഈശോയുടെ കൂടെ നടന്നവരാ, ഈശോയെ കണ്ടവരാ, ഈശോയുടെ വാക്കുകൾ കേട്ടവരാ, അവിടുത്തെ പ്രവർത്തികൾക്കെല്ലാം സാക്ഷ്യം വഹിച്ചവരാ. പക്ഷേ അവരുടെ ആ ദുഃഖാവസ്ഥയിൽ ഈശോയെ തിരിച്ചറിയാൻ അവർക്ക് സാധിച്ചില്ല. ഈശോയെ തിരിച്ചറിയുവാൻ അവിടുന്ന് അവസരമൊരുക്കിയത് ഭക്ഷണ സമയത്ത്
അപ്പമെടുത്ത് ആശീർവദിച്ച് അവർക്ക് കൊടുത്തുകൊണ്ട് അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. അവർ ഈശോയെ കണ്ടു. പിന്നെ ശിഷ്യന്മാർ ഈശോയെ കണ്ടത് അപ്പമായിട്ടാണ്. ഇതാ അതേ ഈശോ നമ്മുടെ കൺമുൻപിൽ അപ്പമായിട്ട്. ഇന്ന് നമുക്ക് ഈശോയെ കാണുവാൻ സാധിക്കുന്നത് അപ്പമായിട്ടാണ്. നമ്മുടെ മുൻപിൽ ഈ അൾത്താരയിൽ ഉയർത്തപ്പെട്ടിരിക്കുന്ന ഈ തിരുവോസ്തി ഈശോയുടെ ദിവ്യ സാന്നിധ്യമാണ് നമുക്ക് വെളിപ്പെടുത്തി തരിക. പ്രിയമുള്ളവരെ, ആ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ മുഴുവനായി നമുക്ക് വിട്ടുകൊടുക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ നിയോഗങ്ങളെയും നമുക്ക് വിട്ടുകൊടുക്കാം. മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 34-ാമത്തെ തിരുവചനത്തിൽ നാം വായിക്കുന്നുണ്ട്. ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ കർത്താവിന് അവരുടെ മേൽ അനുകമ്പ തോന്നിയെന്ന്. പ്രിയമുള്ളവരെ, ഈശോയ്ക്കിതാ നമ്മുടെ മേൽ അനുകമ്പ തോന്നുന്ന നിമിഷങ്ങളായത്. കർത്താവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും അവിടുത്തെ അനുകമ്പയുടെ, അവിടുത്തെ കാരുണ്യത്തിൻ്റെ ഫലങ്ങളാണ്. ഈ നിമിഷവും കർത്താവിൻ്റെ കാരുണ്യത്തിനായിട്ട് നമ്മെ തന്നെ വിട്ടുകൊടുക്കാം. അവിടുന്ന് നമ്മയെയും സ്നേഹിക്കട്ടെ. അവിടുത്തെ അനുകമ്പയും കാരുണ്യവും നമ്മുടെ ജീവിതങ്ങളിലേക്കും കടന്നു വരുവാനിടയാകട്ടെ. ഒത്തിരിയേറെ വേദന അനുഭവിക്കുന്നവരാ, ഒത്തിരിയേറെ ദുഃഖങ്ങൾ അനുഭവിക്കുന്നവരാ, പല വിധത്തിലുള്ള രോഗങ്ങൾ അനുഭവിക്കുന്നവരാ, പലതരത്തിലുള്ള കഷ്ടതകൾ അനുഭവിക്കുന്നവരാ, പല വിധത്തിലുള്ള പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവരാ, സാമ്പത്തികമായിട്ടുള്ള പരാധീനതകളിലൂടെ കടന്നു പോകുന്നവരാ, കുടുംബത്തിലെ വിവിധങ്ങളായ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരാ, തീരാവ്യാധി മാറാവ്യാധി പല രോഗങ്ങളിലൂടെ കടന്നു പോകുന്നവര്, കടബാധ്യതകളുള്ളവര്, ജോലി അന്വേഷിക്കുന്നവര്, പഠനത്തിലൂടെ കടന്നു പോകുന്നവര്, നല്ല റിസൾട്ട് ആഗ്രഹിക്കുന്നവര്, എല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കാം. നമ്മുടെ ആവശ്യങ്ങൾ എന്താണോ അതെല്ലാം അവിടുത്തെ സന്നിധിയെ സമർപ്പിക്കാം. ഈശോ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഹൃദയങ്ങൾ തുറക്കാനാ. ഈശോ പറഞ്ഞു, നിങ്ങൾ ചോദിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങളുടെ പിതാവ് അറിയുന്നു. നമ്മെ മുഴുവനായി അറിയുന്ന പൊന്നുതമ്പുരാന്റെ മുമ്പിലാണ് നമ്മൾ. നമ്മെ മുഴുവനായി സ്നേഹിക്കുന്ന പൊന്നുതമ്പുരാന്റെ മുൻപിലാണ് നമ്മൾ. അവിടെ ഒന്നും മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ, അവിടുത്തോടു കൂടെ ആയിരിക്കുവാൻ, അവിടുത്തെ സന്നിധിയിലായിരിക്കുവാൻ. ഈശോ പറഞ്ഞു, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, ഇടപെടാതെ പ്രാർത്ഥിക്കുവനെന്ന് അവിടെ നമ്മോട് ആവശ്യപ്പെടുന്നു. നിരന്തരമായൊരു സ്നേഹത്തിന്റെ പ്രവർത്തനം, ഇടപെടാതെയുള്ള പ്രാർത്ഥന, ഇടപെടാതെ ദൈവസ്നേഹ അനുഭവത്തിന് വേണ്ടിയുള്ള ഒരു ക്ഷണമാണ്. നമുക്ക് ദാഹത്തോടെ പ്രാർത്ഥിക്കാം. നാഥ, കൂടെ വസിക്കണമേ. നമ്മുടെ ഹൃദയത്തിൽ നിന്നും ഉയരുന്ന വലിയൊരു ആഗ്രഹം നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വിട്ടുകൊടുക്കാം. അവിടുന്ന് നമ്മോടൊത്ത് വസിച്ചാൽ നമ്മുടെ ജീവിതത്തിനൊന്നും കുറവുണ്ടാവുകയില്ല. ഒരു കുഞ്ഞ് കഥയോർക്കുന്നു. ഒരപ്പന് 3 മക്കള്. അപ്പൻ പുറത്തേക്ക് പോകുന്ന സമയത്ത് മക്കളോട് ചോദിച്ചു, എന്താ മക്കൾക്ക് വേണ്ടത്? 2 മക്കൾ അവരവരുടെ ആവശ്യങ്ങൾ പറഞ്ഞു. 3-ാമത്തെ കൊച്ചു പറഞ്ഞു, എനിക്ക് പപ്പായുടെ കൂടെ വന്നാ മതി, എനിക്ക് പപ്പായുടെ കൂടെ വന്നാ മതി. കൊച്ചിനറിയാം, പപ്പായുടെ കൂടെ പോയാൽ അവിടെ ചെല്ലുമ്പോൾ കാണുന്ന കാര്യങ്ങളൊക്കെ പറയാം, പപ്പായുടെ ആ സ്നേഹം അതെല്ലാം എനിക്ക് തരുമെന്ന്. പ്രിയമുള്ളവരെ, നമുക്കൊരു കാര്യം മാത്രം ആഗ്രഹിക്കാം. എൻ്റെ കർത്താവേ, അവിടുന്ന് എൻ്റെ കൂടെ വസിക്കണമേ. ഈശോ നമ്മുടെ കൂടെ വസിച്ചാൽ, അവിടുന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ പിന്നെ നമുക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. ഇത് തിരിച്ചറിഞ്ഞ പൗലോസ്ലീഹ പറയുന്നുണ്ട് ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം 8-9 തിരുവചനങ്ങളിൽ, എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള അറിവ് കൂടുതൽ ശ്രേഷ്ഠമാകിയാൽ സകലതും ഉച്ഛിഷ്ടം പോലെ ഞാൻ പരിഗണിക്കുന്നു. ഇത് യേശുക്രിസ്തുവിനെ നേടുന്നതിനും
അവനോടുകൂടെ ഒന്നായി കാണപ്പെടുന്നതിന് വേണ്ടിയാണ്. നമുക്കും ആഗ്രഹിക്കാം യേശുക്രിസ്തുവിനെ നേടുവാൻ, അവിടുത്തോടുകൂടി ഒന്നായി കാണപ്പെടുവാൻ, നമ്മോടുകൂടെ ആയിരിക്കുവാൻ ആഗ്രഹിച്ച് നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന പുനതമ്പുരാനായ ഈശോയെ, അവിടുന്ന് എൻ്റെ കൂടെ വസിക്കണമേ, എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ, എൻ്റെ ജീവിതത്തിലേക്ക് മുഴുവനായി കടന്നു വരണമേ, എൻ്റെ ജീവിത അനുഭവങ്ങളിലേക്ക് മുഴുവനായി കടന്നു വരണമേ. ദാഹത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയെ നമുക്ക് ക്ഷണിക്കാം. ഒന്ന് ചേർന്ന് ആലപിച്ച് നാഥ കൂടെ വസിക്കണമേ. എമ്മാവസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് അവർക്ക് അനുഗ്രഹം ലഭിച്ചത്, അവരുടെ കണ്ണുകൾ തുറന്നത് നാഥ കൂടെ വസിക്കണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ്. അതേ പ്രാർത്ഥന നമുക്കും സമർപ്പിക്കാം ഈശോയുടെ സന്നിധിയിൽ. നാഥ കൂടെ വസിക്കണമേ. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം, ദാഹത്തോടെ പ്രാർത്ഥിക്കാം. എല്ലാവരും ചേർന്ന് പാടാം. നാഥ കൂടെ വസിക്കണമേ, നാഥ കൂടെ ദാഹത്തോടെ ആവർത്തിച്ച് പാടാം. നാഥ കൂടെ വസിക്കണമേ, നാഥ കൂടെ നോക്കിക്കൊണ്ട് ആഗ്രഹിച്ച് പാടാം. നാഥ കൂടെ വസിക്കണമേ, നാഥ കൂടെ വസിക്കണമേ, നാഥ കൂടെ വസിക്കണമേ, നാഥ കൂടെ വസിക്കണമേ, നാഥ കൂടെ വസിക്കണമേ. കാര്യങ്ങൾ അടിച്ചു പാടാം. നാഥ കൂടെ എല്ലാവരും കാര്യങ്ങൾ അടിച്ച് വലിയ ദാഹത്തോടെ, വലിയ ആഗ്രഹത്തോടെ പാടാം. ചേർന്ന് പാടാം. നന്നായിട്ട് കാര്യങ്ങൾ അടിച്ച് ഈശോയ്ക്ക് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ ജീവിത അനുഭവങ്ങളിലേക്ക് ഈശോയെ ക്ഷണിച്ച് ഈശോയുടെ കൂടെ വസിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഇരുൾ വീഴും വീഥിയിൽ ഒളിതൂകും ദീപമാ, നാഥ കൂടെ വസിക്കണമേ, നാഥ കൂടെ വസിക്കണമേ. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ അന്ധകാര അനുഭവങ്ങളിലേക്ക് കുരിശിന്റെ പാതയിൽ തളരാതെ നീങ്ങുവാൻ, പ്രത്യാശയോടെ നാഥ കൂടെ വസിക്കണമേ, നാഥ കൂടെ വസിക്കണമേ, നാഥ കൂടെ വസിക്കണമേ, നാഥ കൂടെ വലിയ ആഗ്രഹത്തോടെ പാടാം. നാഥ കൂടെ ഹൃദയങ്ങൾ തുറന്നു കൊടുത്തുകൊണ്ട് പാടാം. നാഥ കൂടെ വസിക്കണമേ, നാഥ കൂടെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നാഥ കൂടെ വസിക്കണമേ, നാഥ കൂടെ വസിക്കണമേ. മുറിയുന്നോരപ്പമായി ചൊരിയുന്ന ചോരയാ, നാഥ കൂടെ വസിക്കണമേ, നാഥ കൂടെ നമുക്ക് വേണ്ടി മുറിയപ്പെട്ടവൻ, നമുക്ക് വേണ്ടി രക്തം ചിന്തിയവൻ വേളയിൽ ആശ്വാസമേ ആശ്വാസമായി തീരട്ടെ.
ഈശോയെ കൂടെ വസിക്കണമേ, ഈശോയെ കൂടെ വസിക്കണമേ. ആഗ്രഹിച്ച് സമ്പൂർണമായി സമർപ്പിച്ച് എല്ലാവരും ചെറുപാടാം. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. എഴുന്നേറ്റ് നിന്നുകൊണ്ട് എല്ലാവരും എഴുന്നേറ്റ് നിന്നുകൊണ്ട് കാലത്തോടെ കരങ്ങൾ ഈശോയുടെ നേരെ നീട്ടിക്കൊണ്ട് നമ്മുടെ എല്ലാ നിയോഗങ്ങളെ സമർപ്പിച്ച് നമ്മുടെ രോഗങ്ങളിൽ നിന്ന് വിടുതൽ നൽകുവാൻ നമ്മുടെ സഹനങ്ങളെ ശക്തിപ്പെടുത്തുവാൻ കടബാധ്യതകളിൽ നിന്ന് വിടുതൽ നൽകാൻ കുടുംബങ്ങളിൽ സമാധാനമുണ്ടാകാൻ പാപ അവസ്ഥകളിൽ നിന്ന് വിടുതൽ നേടാൻ പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് വിടുതൽ നേടാൻ എല്ലാ തഴക്ക ദോഷങ്ങളും വിട്ടുമാറാൻ എല്ലാ ബന്ധനങ്ങളിൽ നിന്ന് വിടുതൽ നേടാൻ കരങ്ങളടിച്ച് വലിയ സന്തോഷത്തോടെ വിശ്വാസത്തോടെ എല്ലാ രോഗങ്ങളിൽ നിന്ന് സൗഖ്യം പ്രാപിക്കാൻ എല്ലാ നിരാശകളിൽ നിന്ന് വിടുതൽ പാടാൻ എല്ലാ അസ്വസ്ഥതകളിൽ നിന്ന് വിടുതൽ നേടാൻ എല്ലാ മാനസിക അസ്വസ്ഥതകളിൽ നിന്ന് വിടുതൽ നേടാൻ എല്ലാ ശാപങ്ങളിൽ നിന്ന് വിടുതൽ നേടാൻ ദൈവ സ്നേഹത്താൽ നിറയാൻ പരസ്പര സ്നേഹത്തിൽ വളരാൻ ആഗ്രഹിച്ച് ചെറുപടം ഈശോ വന്ന് വസിച്ചുവെന്ന ബോധ്യത്തോടെ ഈശോയുടെ സാന്നിധ്യത്തിൽ സന്തോഷത്തോടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ
സന്തോഷത്തോടെ. അത് കർത്താവാണെന്ന് തിരിച്ചറിഞ്ഞ സ്നേഹം അനുഭവിച്ച ശിഷ്യന്റെ അനുഭവത്തോടെ ഓരോരുത്തർ തൊട്ട് സൗഖ്യം നൽകുന്ന ഈശോയെ സന്തോഷത്തോടെ സ്തുതിക്കാം. യേശുവേ യേശുവേ യേശുവേ, യേശുവിന്റെ തിരുനാമം വിളിച്ചപേക്ഷിക്കട്ടെ. എല്ലാ ഹൃദയങ്ങളും തുറക്കട്ടെ, എല്ലാ നാവുകളും എല്ലാ കെട്ടുകളും അഴിയട്ടെ, എല്ലാ അധരങ്ങളും തുറക്കപ്പെടട്ടെ. യേശുവേ യേശുവേ, യേശുവിന്റെ രക്ഷാദായകമായ തിരുനാമം വിളിച്ചപേക്ഷിക്കട്ടെ. അവന്റെ നാമം കേൾക്കുന്ന മാതിരിയിൽ സകല മുട്ടുകളും അടങ്ങുമെന്നുള്ള തിരുവചനം, എല്ലാ നാമങ്ങൾക്കും അതീതമായ നാമം യേശുവിന്റെ നാമം. യേശുവേ യേശുവേ, ഹല്ലേലൂയ 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 അവിടുത്തെ സ്നേഹത്തിലേക്ക് നമ്മുടെ എല്ലാ ജീവിത ദുഃഖങ്ങളും ഈ സമയം നമുക്ക് സമർപ്പിക്കാം. എല്ലാ രോഗാവസ്ഥകളെയും സമർപ്പിക്കാം. നമുക്കറിയാവുന്നതും അറിയത്തില്ലാത്തതുമായിട്ടുള്ള നമ്മുടെ അവസ്ഥകളെല്ലാം വിട്ടുകൊടുക്കാം. ശാന്തമായിട്ടിരിക്കാം കർത്താവിൻ്റെ സന്നിധിയിൽ. ഈശോയുടെ തൃപ്പാദത്തെങ്കിലിരുന്ന് ഈശോയുടെ സ്നേഹം ആവോളം അനുഭവിച്ച മറിയത്തിൻ്റെ അതേ അനുഭവത്തോടെ നമുക്കും കർത്താവിൻ്റെ തൃപ്പാദത്തെങ്കിലായിരിക്കാം. അവിടെ നമ്മെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നു, ഓരോരുത്തരെയും വ്യക്തിപരമായി സ്നേഹിക്കുന്നു. സുവിശേഷത്തിൽ നാം കാണുന്നത് പോലെ അവിടുത്തെ സന്നിധിയിലേക്ക് കൊണ്ടുവന്ന എല്ലാവരെയും അവിടുന്ന് സ്നേഹിച്ചു. അനേകർക്ക് സൗഖ്യം നൽകി, അനേകർക്ക് വിടുതൽ നൽകി, അനേകർക്ക് ആശ്വാസം നൽകി, അനേകർക്ക് പാപങ്ങളിൽ നിന്ന് മോചനം നൽകി, തളർവാദ രോഗികൾക്ക് സൗഖ്യം നൽകി, അന്ധർക്ക് കാഴ്ച നൽകി, ചെകിടർക്ക് കേൾക്കുവാനുള്ള കഴിവ് നൽകി. പ്രിയമുള്ളവരെ, ഈ സമയം നമ്മുടെ എല്ലാ രോഗാവസ്ഥകളെയും വിട്ടുകൊടുക്കുക. പകർച്ചവ്യാധികളെ സമർപ്പിക്കുക. പല വിധത്തിലുള്ള രോഗങ്ങളാ വലയുന്നവർ, മാരകമായ രോഗങ്ങൾ വലയുന്നവരൊക്കെ നമുക്ക് വിട്ടുകൊടുക്കാം. കർത്താവിന് അസാധ്യമായ ഒന്നുമില്ല. യോഹന്നാൻ 11:40 ഈശോ പറഞ്ഞു, വിശ്വസിച്ചാൽ ദൈവമഹത്വം കാണുമെന്ന് ഞാൻ പറഞ്ഞില്ലേ? വിശ്വസിക്കാം നമുക്ക്. ഈ രാത്രിയിൽ അവിടെ ഇടപെടും നമ്മുടെ ജീവിതത്തിൽ. ഈ രാത്രിയിൽ അവിടെ നമ്മെ സ്പർശിക്കും. ഈ രാത്രിയിൽ അവിടെ നമ്മെ സ്നേഹിക്കുന്നു. യേശുവേ, ഈശോയുടെ സ്നേഹത്തിന്റെ മുമ്പിലേക്ക് നമ്മുടെ എല്ലാ രോഗങ്ങളെയും വിട്ടുകൊടുക്കാം. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ രോഗാവസ്ഥകളെ വിട്ടുകൊടുക്കാം. രോഗബാധിതരായ അനേകം കുഞ്ഞുങ്ങൾ ഒക്കെ വിട്ടുകൊടുക്കാം. ക്യാൻസർ രോഗത്തിന് അടിമപ്പെട്ടവര്, തിരാവ്യാധികൾക്ക് അടിമപ്പെട്ടവര്, ഹൃദ്രോഗത്തിന് അടിമപ്പെട്ടവര് ഒക്കെ നമുക്ക് വിട്ടുകൊടുക്കാം. കുഞ്ഞുങ്ങളും യുവജനങ്ങളും പ്രായമായിട്ടുള്ളവരുമൊക്കെ പലവിധത്തിലുള്ള വ്യാധികളാൽ കഷ്ടപ്പെടുമ്പോൾ ഈശോ ലാസറിനെ കുറിച്ച് പറഞ്ഞ കാര്യം നമ്മുടെയും ഹൃദയത്തിലേക്ക് കടന്നു വരട്ടെ. ഈശോയുടെ അടുക്ക വന്ന ശിഷ്യന്മാര് പറഞ്ഞു, കർത്താവേ, അങ്ങ് സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കുന്നു. ഈശോ പറഞ്ഞു, ഈ രോഗം മരണകാരണമല്ല, ദൈവത്തിന്റെ മഹത്വം അവന് പ്രകടമാകുവാൻ വേണ്ടിയാണ്. പ്രിയമുള്ളവരെ, നമുക്കും വിശ്വസിക്കാം, ഈ ഒരു രോഗാവസ്ഥ ദൈവത്തിന്റെ മഹത്വം നമ്മിൽ പ്രകടമാകുവാൻ വേണ്ടിയാണ്. ആ ഒരു വിശ്വാസത്തോടുകൂടെ നമ്മുടെ എല്ലാ രോഗങ്ങളെയും കർത്താവിന്റെ സന്നിധിയിലേക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ഇരു കരങ്ങളും ഉയർത്തി കർത്താവിന്റെ കാരുണ്യത്തിനായി പ്രാർത്ഥിച്ച്, അവിടുത്തെ സൗഖ്യദായകമായ സ്പർശനത്തിന് വേണ്ടി പ്രാർത്ഥിച്ച്, നമ്മുടെ രോഗങ്ങളാകാം,
നമ്മുടെ പ്രിയപ്പെട്ടവരുടെ രോഗങ്ങളാകാം. നമ്മൾ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ എല്ലാവരുടെയും രോഗങ്ങളിലേക്ക് കർത്താവേ അവിടുന്ന് തൊടണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച ശതാധിപനെ പോലെ അവിടുന്ന് ഒരു വാക്ക് അരുൾ ചെയ്താൽ മതി, എൻ്റെ ഭൃത്യൻ സുഖം പ്രാപിക്കുമെന്ന് കർത്താവിൻ്റെ അടുക്കൽ വിശ്വാസത്തോടെ ഏറ്റുപറഞ്ഞ അതേ ശതാധിപന്റെ അതേ വിശ്വാസത്തോടെ കർത്താവിൻ്റെ വസ്ത്രത്തിന്റെ അഗ്രത്തിൽ സ്പർശിച്ചാൽ ഞാൻ സൗഖ്യം പ്രാപിക്കുമെന്ന വിശ്വാസത്തോടെ ഈശോയെ തൊട്ട് സൗഖ്യം പ്രാപിച്ച രക്തസ്രാവക്കാരി സ്ത്രീയുടെ വിശ്വാസത്തോടെ, ആ ഒരു വിശ്വാസത്തോടെ നമുക്കും പ്രാർത്ഥിക്കാം. കർത്താവേ കരുണയായിരിക്കണമേ, കർത്താവേ കൃപയായിരിക്കണമേ. എല്ലാ മക്കളെ സമർപ്പിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ദൈവമഹത്വത്തിന് വേണ്ടി നമുക്ക് വേണ്ടി നമുക്കായി നൽകപ്പെട്ടിരിക്കുന്ന രോഗാവസ്ഥകളെല്ലാം സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിന്റെ മഹത്വം ഈ നിമിഷം ഈ ദിവസം നമ്മെ പ്രകടമാകുവാൻ, നമ്മിലൂടെ ലോകത്തിന്റെ മുമ്പിൽ പ്രകടമാകുവാൻ ആഗ്രഹിച്ചുകൊണ്ട് എല്ലാ രോഗങ്ങളെയും സമർപ്പിച്ച് വിശ്വാസത്തോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ അങ്ങേ സന്നിധിയിലേക്ക് എല്ലാ രോഗാവസ്ഥകളെയും സമർപ്പിക്കുന്നു. ഉള്ളങ്കാൽ മുതൽ ഉച്ച വരെയുള്ള എല്ലാ രോഗങ്ങളെയും വിട്ടുതരുന്നു. കർത്താവേ ഞങ്ങൾക്കറിയാവുന്നതും അറിയത്തില്ലാത്തതുമായ എല്ലാ രോഗങ്ങളിലേക്ക് അവിടെ നിന്ന് ഇടപെടണമേ. ഈശോയെ പലവിധത്തിലുള്ള രോഗങ്ങളാ വലയുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. അവിടുത്തെ സന്നിധിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരുടെ മേല് ഓ കർത്താവേ കരുണയായിരിക്കണമേ, ഓ കർത്താവേ കരുണയായിരിക്കണമേ. ജെറിക്കോയിലെ അന്ധൻ നിലവിളിച്ചപേക്ഷിച്ചതുപോലെ ദാവീദിന്റെ പുത്രനായ യേശുവേ എന്റെ മേ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചതുപോലെ കർത്താവേ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മേ കരുണയായിരിക്കണമേ, രോഗികളായിരിക്കുന്നവരുടെ മേ കരുണയായിരിക്കണമേ. യേശുവേ തൊട്ട് സൗഖ്യം നൽകണമേ, അവിടുത്തെ സൗഖ്യദായകമായ സ്പർശനം നൽകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. താവേ ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ വിശ്വസിക്കുന്നു അവിടത്തേക്ക് അസാധ്യമായ ഒന്നുമില്ല എന്ന്, അവിടത്തേക്ക് അസാധ്യമായ ഒന്നുമില്ല എന്ന്. അവിടുന്ന് ഒരു വാക്ക് അരുൾ ചെയ്താൽ മതി, ഞങ്ങൾ സൗഖ്യം പ്രാപിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ അങ്ങ് മനസ്സാകുന്നുവെങ്കിൽ എന്നെ ശുദ്ധനാക്കുവാൻ സാധിക്കുമെന്ന് അങ്ങേ സന്നിധിയിൽ ഏറ്റുപറഞ്ഞ കുഷ്ഠരോഗിയോട് ചേർന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളിലുള്ള എല്ലാ അശുദ്ധതകളിൽ നിന്ന് ഞങ്ങൾക്ക് വിടുതൽ നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശാലമലഹല ഹലമലഹല ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. സുഖമാക്കണേ, സുഖമാക്കണേ നാഥ, സുഖമാക്കണേ. കൈകൾ യാചനാരൂപത്തെ വിടർത്തി പിടിച്ചു പാടാം. സുഖമാക്കണേ, സുഖമാക്കണേ നാഥ, സുഖമാക്കണേ. വിശ്വാസത്തോടെ പാടാം. സുഖമാക്കണേ, സുഖമാക്കണേ നാഥ, സുഖമാക്കണേ. സുഖമാക്കണേ, സുഖമാക്കണേ നാഥ, സുഖമാക്കണേ. പലവിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന, ശാരീരികവും മാനസികവുമായി രോഗങ്ങൾ അനുഭവിക്കുന്ന എല്ലാവരെയും വിട്ടുകൊടുത്ത് ദാഹത്തോടെ പ്രാർത്ഥിക്കാം. സൗഖ്യം തരണേ. സൗഖ്യം തരണേ. മക്കളില്ലാത്ത ദമ്പതികളെ സമർപ്പിക്കാം. വാർദ്ധക്യാവസ്ഥയിലുള്ളവരെ സമർപ്പിക്കാം. സൗഖ്യം തരണേ. ഓ കർത്താവേ കരുണയായിരിക്കണമേ. സൗഖ്യം തരണേ, സൗഖ്യം തരണേ നാഥ, സൗഖ്യം തരണേ. കർത്താവിന്റെ കാരുണ്യത്തിന് വേണ്ടി അപേക്ഷിക്കാം. കടബാധ്യതകൾ അനുഭവിക്കുന്ന ഓരോരുത്തരെയും നമുക്ക് സമർപ്പിക്കാം. ഒരുപക്ഷെ നിരാശപ്പെട്ട് ആത്മഹത്യയുടെ പോലും വക്കിലെത്തിയിരിക്കുന്നവർ, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ പോലും അസാധ്യമാണ് എന്ന് വിചാരിക്കുന്നവർ ഒക്കെ കർത്താവിന്റെ സന്നിധിയിലേക്ക് വിട്ടുകൊടുക്കാം. ഇവിടുന്ന് ചോദിക്കുന്നു, രക്ഷിക്കാനാവാത്ത വിധം എൻ്റെ കരം കുറുകിപ്പോയോ? പ്രിയമുള്ളവരെ വിശ്വസിക്കാം, അവിടുത്തെ കരങ്ങള്
ഇപ്പോഴും നമ്മെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. നിരാശപ്പെടേണ്ട. യേശുവേ അവിടുത്തെ മുൻപിൽ സന്നിധിയിൽ എളിമയോടെ വിധേയപ്പെട്ട് നിൽക്കുക. തക്ക സമയത്ത് അവിടെ നമ്മെ ഉയർത്തും. വിശ്വസിക്കാൻ നമുക്ക്. കടബാധ്യതകൾ അനുഭവിക്കുന്നവര്, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവര് എല്ലാം വിട്ടുകൊടുക്കാം. കുടുംബത്തില് പലവിധത്തിലുള്ള പ്രശ്നങ്ങളെ സമർപ്പിക്കാം. ശത്രുതകള്, വിദ്വേഷങ്ങള്, പരസ്പരമുള്ള ദ്രോഹിക്കാനുള്ള ചിന്തകള് എല്ലാം വിട്ടുകൊടുക്കാം. സഹോദരന്മാർ തമ്മിലുള്ള സ്പർദ്ധ, വൈരാഗ്യമെല്ലാം വിട്ടുകൊടുക്കാം. ദമ്പതിമാര് തമ്മിലുള്ള എല്ലാ പിണക്കങ്ങളെയും വിട്ടുകൊടുക്കാം. ഒരുപക്ഷേ ഡൈവോഴ്സിന്റെ പോലും വക്കിലെത്തിയിരിക്കുന്ന വിവാഹങ്ങള്, തകർന്ന വിവാഹ ബന്ധങ്ങള് കർത്താവിനോടുകൂടെ വിവാഹിതരായി ജീവിക്കുവാൻ സാധിക്കട്ടെ. കനായിലെ വിവാഹത്തിന്റെ ഒരു പ്രത്യേകത, ഈശോയുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. എല്ലാ ദമ്പതികളും കർത്താവിന്റെ സാന്നിധ്യത്തിനായി ദാഹിക്കട്ടെ. പ്രത്യേകിച്ച് പരസ്പരം സംശയിക്കുന്നവര്, പരസ്പരം കലഹിക്കുന്നവര്, സ്നേഹിക്കാൻ പറ്റാത്ത, ഉൾക്കൊള്ളാൻ പറ്റാത്ത, അംഗീകരിക്കാൻ പറ്റാത്ത എല്ലാ ദമ്പതികളും ഈ സമയം കർത്താവിന്റെ മുമ്പിൽ എളിമപ്പെടട്ടെ. കർത്താവിന്റെ സ്നേഹത്തിന് മുമ്പിൽ എളിമപ്പെടട്ടെ. അവിടുന്ന് പറയുന്നു, ഒഴിഞ്ഞ ഭരണികളിൽ വെള്ളം നിറയ്ക്ക്. സ്നേഹരാഹിത്യത്തിന്റെ അനുഭവങ്ങളിലേക്ക് ഈശോയുടെ സ്നേഹം കടന്നു വരട്ടെ. മാതാപിതാക്കന്മാരെ അനുസരിക്കാത്ത എല്ലാ മക്കളുമേലും കർത്താവേ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. മാതാപിതാക്കളെ അനുസരിക്കുവാൻ, അവരെ സ്നേഹിക്കുവാനുള്ള കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കും. യുവജനങ്ങള് മദ്യത്തിന് അടിമപ്പെട്ടവര്, മയക്കുമരുന്നിന് അടിമപ്പെട്ടവര്, മോശമായിട്ടുള്ള കൂട്ടുകെട്ടുകൾക്ക് അടിമപ്പെട്ടവര്, തെറ്റായ ചിന്തകളിലൂടെ കടന്നു പോകുന്നവര്, ദൈവത്തെ പോലും മറന്ന് ജീവിക്കുന്നവര്, വിശ്വാസമില്ലാതെ ജീവിക്കുന്നവര് ഒക്കെ നമുക്ക് വിട്ടുകൊടുക്കാം. കർത്താവേ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ജോലി തേടുന്ന യുവജനങ്ങള്, ഒരുപക്ഷെ ജോലിയില്ലാത്തതിൻ്റെ പേരിൽ നിരാശപ്പെട്ടു പോകുന്ന, ദൈവത്തെ പോലും പഴിക്കുന്ന അവസ്ഥകളിലേക്കൊക്കെ കർത്താവേ കരുണയാകണമേ. ഈശോയെ അവരെല്ലാം അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതെല്ലാം നിയോഗങ്ങളെ സമർപ്പിക്കാം. അവിടുന്ന് നമ്മുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വരട്ടെ. നമ്മുടെ രാജ്യത്തെ സമർപ്പിക്കാം, നമ്മുടെ നാടിനെ സമർപ്പിക്കാം. എല്ലാ ആത്മീയ ശുശ്രൂഷകളെയും നമുക്ക് സമർപ്പിക്കാം. എല്ലാ ആത്മീയ ശുശ്രൂഷകളുടെ മേല് കർത്താവിന്റെ സമൃദ്ധമായ കൃപ ചൊരിയപ്പെടുവാനായിട്ട് അവരെല്ലാവരെയും നമുക്ക് സമർപ്പിക്കാം. കർത്താവേ കരുണയായിരിക്കണമേ. അവിടുത്തെ അനുകമ്പ തോന്നിയതുപോലെ തൻ്റെ അടുക്കലേക്ക് ഇടയനില്ലാത്ത ആടുകളെ പോലെ അങ്ങേയറ്റം അസ്വസ്ഥരായി കടന്നു വന്നവരെ കണ്ടപ്പോൾ ഈശോയ്ക്ക് അവരുടെ മേലെ അനുകമ്പ തോന്നി. പ്രിയമുള്ളവരെ, നമുക്കൊരിടയനുണ്ട്. ഈശോയാ നമ്മുടെ ഇടയൻ. നമ്മെ അന്വേഷിച്ച് നമ്മുടെ മുറിവുകൾ വെച്ച് കെട്ടി നമുക്ക് ആവശ്യമുള്ളതെല്ലാം തന്ന് നമ്മെ ആശ്വസിപ്പിക്കുന്ന ആ നല്ല ഇടയന്റെ സ്നേഹ സാമീപ്യം നമുക്കൊരിക്കൽ കൂടി അനുഭവിക്കുവാൻ സാധിക്കട്ടെ. സൗഖ്യമായി, സാന്ത്വനമായി, ആശ്വാസമായി ഈശോ ഇതാ നമ്മളിലേക്ക് കടന്നു വരുന്നു. ഈശോയുടെ സ്നേഹം നമുക്ക് അനുഭവിക്കാം. ഞങ്ങളിൽ വന്നു നിറയണമേ. ആഗ്രഹിച്ചു പാടാം. സ്നേഹമാ ശക്തിയാ ഞങ്ങളിൽ വന്നു നിറയണമേ. സ്നേഹമാ ശക്തിയാ ഞങ്ങളിൽ വന്നു നിറയണമേ. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, ആരാധിക്കും ഞാൻ പൂർണ്ണ മനമോടെ, ആരാധിക്കും ഞാൻ സർവശക്തിയോടെ എൻ ദൈവമേ, എൻ രക്ഷകാ. ഈശോയുടെ മുമ്പ് മുട്ടുകുത്താൻ നമുക്ക്. എൻ ദൈവമേ, എല്ലാ മുട്ടുകളും മടങ്ങട്ടെ. സ്നേഹമാ സ്നേഹത്താ നിറയുവാൻ, ശക്തിയാ നിറയുവാൻ. ഞങ്ങളിൽ വന്നു നിറയണമേ. സ്നേഹമാ ശക്തിയാ
ഈശോയുടെ വാഗ്ദാനം നമുക്ക് ഓർക്കാം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 15-ാമത്തെ തിരുവചനത്തില് ഈശോ പറഞ്ഞു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകൾ പാലിക്കും. അപ്പോൾ ഞാൻ പിതാവിനോട് അപേക്ഷിക്കും, എന്നേക്കും നിങ്ങളോട് കൂടെയായിരിക്കുവാൻ ഒരു സഹായകനെ അവിടുന്ന് തരികയും ചെയ്യും. ഈശോ വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിൻ്റെ ഒരു പുത്തൻ അഭിഷേകത്തിന് വേണ്ടി നമുക്ക് ദാഹത്തോടെ പ്രാർത്ഥിക്കാം. അപ്പോസ്തല പ്രവർത്തനം 1:8 നാം വായിക്കുന്നു. ഈശോ പറഞ്ഞു, പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ഒരാത്മീയമായിട്ടുള്ള ശക്തി, ആത്മീയമായിട്ടുള്ള സ്നേഹം, അത് നമ്മെ നിറയുവാനായിട്ട് ആഗ്രഹിക്കാം. ഈശോ നമ്മെ ആശീർവദിക്കുമ്പോൾ ഈശോയുടെ ആ സ്നേഹവും ആ ശക്തിയും പരിശുദ്ധാത്മാവിലൂടെ നമ്മെ നിറയുന്ന അനുഗ്രഹീതമായ നിമിഷങ്ങൾ ഒരിക്കൽ കൂടെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി, ഒരു ശക്തി അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ ആശീർവാദത്തിനായിട്ട് നമുക്കൊരുങ്ങാം. പരിശുദ്ധാത്മാവെ, ഞങ്ങൾ നിറയണമേ എന്ന് പ്രാർത്ഥിക്കാം. സഹായകനായ പരിശുദ്ധാത്മാവ്, ബലഹീനതകളിൽ ബലമായി മാറുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ ബലഹീനതകളിലും നമുക്ക് തുണയായി മാറട്ടെ. നിൻ വിശുദ്ധി എൻ്റെ ഹൃത്തിൽ ഇന്നു നീ നിറഞ്ഞു. ആഗ്രഹിച്ചു പാടാം. കരങ്ങൾ വ്യാജനാപത്തെ വിടർത്തി പിടിച്ച് പരസ്പരം പ്രാർത്ഥിക്കാം. നമ്മുടെ ഹൃദയങ്ങൾ വിശുദ്ധീകരിക്കപ്പെടാം. ഈശോയുടെ സ്നേഹത്തിൽ നിറയാൻ, വിശുദ്ധിയോടെ ജീവിക്കാൻ, പ്രത്യാശയോടെ ജീവിക്കാൻ, ഉണർവോടെ ജീവിക്കാൻ, സന്തോഷത്തോടെ ജീവിക്കാൻ, ആത്മാവിന്റെ എല്ലാ ഫലങ്ങളും അനുഭവിച്ച് ജീവിക്കാൻ കർത്താവിന്റെ ആശീർവാദം സ്വീകരിക്കാൻ നമുക്ക്. ഈശോ നമ്മെ ആശീർവദിക്കുമ്പോൾ, ഈശോ നമ്മെ ആശീർവദിക്കുമ്പോൾ അവിടുത്തെ എല്ലാ കൃപകളും നമ്മെ നിറയട്ടെ. ദൈവസ്തുതി പാടിടാൻ എന്നിൽ സ്നേഹം നൽകണമേ. ദൈവസ്തുതി പാടിടാൻ എന്നിൽ സ്നേഹം നൽകണമേ. ആരാധന 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 അടിച്ച് നന്ദി പറഞ്ഞ് ആരാധന അർപ്പിച്ച് നമ്മെ അനുഗ്രഹിച്ച ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങൾ ഉയർത്തി വീശി പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന്